ഇന്നത്തെ വീഡിയോ നമ്മുടെ ജാക്ക് ആൻഡ് ജില്ലിനെ കുറിച്ചായാലോ. ക്കും 4 പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു. ടാങ്കിന്റെ പണിക്ക് ആൾക്കാർ വന്നപ്പോ പൂച്ചക്കുട്ടീനെ അമ്മ കൊണ്ടുപോയതോ അപ്പുറത്തെ വീട്ടിലെ അറബിയുടെ വീട്ടിലേക്ക്. അവിടെ ഒരു ഡോഗ് ഉണ്ടേ. അതിനാണെങ്കിൽ പൂച്ചകളെ ഇഷ്ടേ അല്ല. ആ ഡോഗിന്റെ ഈ പൂച്ചക്കുട്ടികൾക്ക് പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ചേട്ടൻ എന്ത് ചെയ്തു, നമുക്ക് ഈ പൂച്ചക്കുട്ടികളെ ഒരു ബോക്സിലാക്കി കൊണ്ടുവന്നു. ഇവിടെ സ്വതവേ പൂച്ചക്കുട്ടികളുള്ള കാരണം നമുക്ക് ഇവർ ഇഷ്ടാവുന്ന അവർക്കറിയാം. അങ്ങനെ ഞങ്ങൾ 4 പേർക്കും കൂടി ഇങ്ങനെ ആദ്യം സിറിഞ്ചിൽ ഇങ്ങനെ പാലൊക്കെ കൊടുത്ത് അവരെ ഉഷാറാക്കിയിട്ടാ. അമ്മ പൂച്ചേനെയാണെങ്കിൽ കാണാനും ഇല്ല. നമ്മളപ്പോൾ അന്ന് നൈറ്റ് അവരവിടെ വെച്ചു. എന്നുവെച്ചാൽ വേറെ വലിയ പൂച്ചകൾ വന്നിട്ട് ഇവരെ കടിക്കുമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ അന്ന് രാത്രി നോക്കി. കുട്ടികൾക്കെന്നുവെച്ചാൽ ഭയങ്കര സന്തോഷം. പൂച്ചക്കുട്ടീനല്ലേ കൊണ്ടുവന്നേക്കണേ. പിറ്റേ ദിവസം കുഞ്ഞുങ്ങളായ കാരണം ഞങ്ങൾ പുറത്ത് കൊണ്ടുവച്ചു കേട്ടോ പൂച്ചക്കുട്ടീനെ. ഞങ്ങൾ പുറത്ത് വെച്ചപ്പോൾ അമ്മ പൂച്ച ഒരാളെ എടുത്തോണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു ഇയാളെ എവിടെയാണ് ഇത് കൊണ്ടുപോയത്, ആ ഡോഗുള്ള വീട്ടിലേക്കാണോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചു. പൂച്ചക്കുട്ടീനെ കൊണ്ടുപോകുന്ന സങ്കടത്തിൽ തക്കുട്ടൻ കരച്ചിലായിട്ട്. അപ്പം ഞങ്ങൾ ഒരു പൂച്ചക്കുട്ടീനെ എടുത്തു. അവസാനത്തെ ആളെ അമ്മ പൂച്ച കൊണ്ടുപോകാൻ വന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അയാളെയും കൂടി എടുത്തു. ഇങ്ങനെ 2 പേരും കൂട്ടായി അങ്ങനെ നമ്മുടെ ജക്കൻ. അപ്പം നമ്മൾ ഇവരെ ഇന്ന് ചെക്കപ്പിന് കൊണ്ടുപോയിട്ടാ. അപ്പോൾ ഇതുപോലെ കേജ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൽ കൊണ്ടുപോയി. അവർ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്തോ ഒരു ഇത് അവരാദ്യമായിട്ട് കാണുന്നതാണല്ലോ. വേറൊരു മോഗ്ലി എന്ന് പറഞ്ഞൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ സ്ഥിരമായി കൊണ്ടുപോയിരുന്ന ക്ലിനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവിടേക്കാണ് നമ്മൾ കൊണ്ടുപോയത്. അപ്പം നമുക്ക് അവിടെ പരിചയമുള്ള കാരണം നമ്മൾ അവിടെ തന്നെയാട്ടോ ഇപ്രാവശ്യം പോയത്. അപ്പോൾ ഈ മാളിലാണ് നമ്മുടെ പെറ്റ് ക്ലിനിക്ക്. മറ്റൊരു നല്ല ഉല്ലാസയാത്ര പോയ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കാറിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ പെറ്റ് ക്ലിനിക്ക് എത്തി. ഞങ്ങൾ അവരും കൊണ്ട് ക്ലിനിക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. ക്ലിനിക്കിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു പരുന്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരാൾ. അപ്പോൾ വേഗം ആൾ പറഞ്ഞു പ്രോബ്ലം എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് വേഗം നീങ്ങി. പൂച്ചേനെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ലേ ആ പരുന്തിന്. ഇന്നത്തെ ഡോക്ടേഴ്സൊക്കെ ഭയങ്കര കെയറിങ് ആണ്. അവർക്ക് റെസ്ക്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഈ പൂച്ചക്കുട്ടികളെ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ പറയണ്ട. ഇതിൽ പരം സന്തോഷം അവർക്കില്ല. ക്ലിനിക്കിലെത്തി. നമ്മുടെ സ്ഥിരം ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡോക്ടർ മെയിൻ സർജനാണ് അവിടുത്തെ. നമ്മുടെ ഒന്നും സ്നേഹം ഒന്നും അല്ലാന്ന് തോന്നും അവരെ സ്നേഹിക്കണ കാണുമ്പോൾ കേട്ടോ. എന്തായാലും പെറ്റ്സിനോട് സ്നേഹമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഡോക്ടറൊക്കെ ആവാൻ പറ്റുള്ളൂ അല്ലേ. ഡോക്ടർ ഇങ്ങനെ ചെക്കപ്പൊക്കെ തുടങ്ങി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. ഭയങ്കര ചെറുതല്ലേ ഇവര്. അപ്പം നമുക്ക് എത്ര മിൽക്ക് ഇവർക്ക് കൊടുക്കണം, എത്ര ടൈംസ് കൊടുക്കണം, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. 6 ആഴ്ചയായി ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറോട് ഒരു വയ്യും പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ പെറ്റ് കെയറിൽ നിന്ന് ഒരു മിൽക്ക് ബോട്ടിൽ വാങ്ങിച്ചിരുന്നു. നല്ലൊരു ഐറ്റമായിരുന്നു. ഇങ്ങനത്തെ ബോട്ടിൽ കുഞ്ഞെ കാറ്റിന് മാത്രമുള്ളതല്ല കേട്ടോ, റാബിറ്റിനും എല്ലാ കുഞ്ഞായിട്ടുള്ള ബേബീസിന് കൊടുക്കാനുള്ള കുഞ്ഞു മിൽക്ക് ബോട്ടിൽ. ഇത് നല്ല സുഖമായിരുന്നു കേട്ടോ. അത് പിന്നെ ഇവർക്ക് നല്ല സുഖമായിട്ട് മിൽക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അങ്ങനെ അവർ സുഖമായി കണ്ടോ, എന്ത് ക്യൂട്ടല്ലേ ഒരു പാല് കുടിക്കണ കാണാൻ. അവരുടെ മെയിൻ കളി എന്ന് വെച്ചാൽ നമ്മുടെ മേത്ത് കയറില്ല കേട്ടോ. അപ്പം നല്ല നഖമുണ്ട്. അപ്പോൾ നന്നായി നമ്മുടെ മേത്ത് ചാടി കയറും. ശരിക്കും മോൻ കാരണം തന്നെയാട്ടോ ഇവരെടുത്തത്. എന്ന് വെച്ചാൽ അമ്മ പൂച്ച ഓരോരുത്തരെ എടുത്തുകൊണ്ടുകൊണ്ടപ്പോഴേക്കും അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു തുടങ്ങി. പെറ്റ്സിനെ വളർത്തുന്ന ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു കേട്ടോ, പെറ്റ്സിനെ വാങ്ങിക്കണം ഓക്കെ. അപ്പോൾ ഇവരെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് മക്കൾക്ക്. അപ്പോൾ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിറ്റമിൻ മരുന്ന് ഡോക്ടർ തന്നു. അത് ഒരു ഡ്രോപ്പ് പോലും വേണ്ട, അത്രയും എടുത്തിട്ട് മിൽക്കിൽ ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജാക്ക് ആൻഡ് ജില്ലിൻ്റെ കുഞ്ഞു വിശേഷമായിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.